ഇങ്ങനെ അങ്ങ് ഇരിക്കപ്പുറതി ഇല്ലാതാ നടക്കുന്നത്. അയ്യോ, ഇങ്ങനത്തെ മനുഷ്യരുണ്ടോടാ? നമ്മുടെ വടക്കേ വശത്ത് നമുക്ക് വസ്തു നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചത് കണ്ടവന് വേണമെന്ന്. കൊള്ളാമല്ലോ അത്യാഗ്രഹമേ. നമ്മുടെ വസ്തു വിൽക്കാനാണോ? ഞാൻ വാങ്ങിച്ച 7 സെൻറ്റ് ഏറ്റവും വടക്ക് കിടക്കുന്നത്. 7 സെൻറ്റ് ഞാൻ വാങ്ങിച്ചത് ഏറ്റവും വടക്ക് കിടക്കുന്നത്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഉള്ളതൊന്നും അല്ല. എൻ്റെ വസ്തുവിനകത്ത് കാലശേഷം എനിക്ക് കിട്ടേണ്ട ഷെയറിനകത്ത് കാലശേഷം വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഒന്നും പ്രത്യേകം എടുത്ത് വെച്ചതൊന്നും അല്ല. അവൻ പറയുന്നത് എന്തുവാ വടക്കേ വശത്ത് ഇപ്പം എന്തുവാ കുഴിച്ചിടുന്നത്. ഞാനവിടെ ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് കുഴിച്ചിടും. തെക്കേ വശത്ത് തന്നെ കുഴിച്ചിടണമെന്നില്ല. ഞങ്ങളെ വടക്കേ വശത്ത് തന്നെ കുഴിച്ചിടും. തെക്കേ വശത്ത് കുഴിച്ചിടണമെന്നില്ല. അവൻ പറയുവാ നമ്മുടെ വടക്കേ വശത്ത് അങ്ങനെ തന്നെ ഇടാ. വടക്കേ വശത്ത് കുഴിച്ചിട്ടാൽ എന്താ കുഴിയിലോട്ട് കിടക്കത്തില്ലയോ? ലവൻ അവിടെ ഇരുന്ന് പറയുന്നത് വടക്കേ വശത്ത്. എടാ ഞങ്ങൾ വടക്കേ വശത്ത് തന്നെ കുഴിച്ചിടുന്നത്. തെക്കേ വശത്ത് ഞങ്ങൾ പരിഭാവനമായിട്ട് ഇട്ടേക്കാനാ. വടക്കേ വശത്ത് കുഴിച്ചിട്ടാൽ എന്താ കിടക്കത്തില്ലയോ? വടക്കേ വശത്ത് കുഴിച്ചിട്ടാൽ കിടക്കും. എവിടെയായാലും കിടക്കും. തെക്കേ വശത്ത് തന്നെ കുഴിച്ചിടണമെന്നില്ല. വടക്കേ വശത്ത് ഇഷ്ടംപോലെ സ്ഥലമാണ്. 17 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്തോട്ട് കുഴിച്ചിടും. അത് തന്നെ. അപ്പം ഇവിടെ നല്ല ഒന്നാമതായിട്ട് പരിഭാവനമായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 17 സെൻറ്റ് സ്ഥലത്തോട്ട് എവിടെ വേണേലും കുഴിച്ചിടാം. കണ്ടവന് കൊടുക്കാനുള്ളതല്ല ഞങ്ങളുടെ വസ്തുവും വകയൊന്നും. കണ്ടവനൊന്നും കൊടുക്കാനല്ല. ഇവിടെ വലിയ രോഗമാ. എൻ്റെ 7 സെൻറ്റും എനിക്ക് കിട്ടേണ്ടതേല എൻ്റെ അമ്മ കാലശേഷം വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ എന്തുവാ എക്സ്ട്രാ ഒന്നും അല്ല. ആണോ അമ്മേ? എനിക്ക് കിട്ടേണ്ടതല്ലല്ലോ. അവൻ ഇങ്ങനെയൊക്കെ ഓരോരോ കഥകളാണ്. എനിക്കുള്ള പങ്കയിലല്ലയോ അമ്മ കാലശേഷം വെച്ചിരിക്കുന്നത്. മാർച്ച് 26. ഇവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ. മാർച്ച് 26, 2026. കുറേ ആളുകൾ ഇങ്ങനെ നമ്മളുടെ സ്വത്തും മുതലൊക്കെ ഇതാക്കാൻ നോക്കിയിരിക്കുക. നമ്മുടെ സ്വത്താണ് ഇത്. കണ്ടവർക്ക് കൊടുക്കാനുള്ളതല്ല. എൻ്റെ പങ്കയില എൻ്റെ അമ്മ കാലശേഷം വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല.